വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചിക്കൻ കറിയാണിത്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇന്നത്തെ റെസിപ്പി ഈ ചിക്കൻ കറിയുടേതാവട്ടെ. കടായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 കപ്പ് സവോള ചേർത്തിട്ടുണ്ട്. ഈ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് നല്ലൊരു പിങ്ക് കളർ ആവുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ അതാ സവാളയൊക്കെ പിങ്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുമിൻ പൗഡർ. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടി 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയ ശേഷം അടുപ്പ് കൊണ്ട് അടച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മസാലയും ചിക്കനും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 50 ml തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 1/2 കിലോ ചിക്കൻ്റെ അളവുകളാണ് കേട്ടോ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ കൂട്ടുവാണെങ്കിൽ ഈ മസാല പൊടികളൊക്കെ അല്പം കൂട്ടിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 200 ml വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടാറുമുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറി കേട്ടോ. പിന്നെ അതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയ ശേഷം നമുക്കതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിനെ അടപ്പ് കൊണ്ട് അടയ്ക്കണം. അടച്ചിട്ട് ഇത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് അവിടെ കിടന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. 20 മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്മളുടെ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 20 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും ചിക്കൻ കറിക്ക്. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അടുത്ത ഗസ്റ്റ് വരുമ്പോൾ ഈ രീതിയിലൊന്ന് ചിക്കൻ കറി തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ചൂടോടെ കൂടെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്.